പ്രതിഷേധ സമ്മേളനത്തെ ഇളക്കി മറിച്ച അഡ്വക്കേറ്റ് സർജിൻ തോമസിന്റെ തീപ്പൊരി പ്രസംഗം. ഒരു വളരെ വിഷമമുള്ള ടെൻഷനുള്ള നാളുകളിലൂടെയാണല്ലോ നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ലോൺബിൻ അച്ഛന് ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് പോകാനായിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു നോട്ടീസ് ലഭിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാനായിട്ട് അച്ഛൻ പോയി. മനസ്സിലൊരു ഭാരത്തോടുകൂടെ ഓഫീസിലെത്തി. ഭാരം തോന്നുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. ബൈബിള് തുറന്നു. ഞാൻ സാധാരണ ചെയ്യും, ദൈവം എന്നോടൊന്ന് സംസാരിക്കണമെന്ന് ബലപ്പെടുത്തണം. ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നിടത്തെല്ലാം ദൈവം ഇടപെടും. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ഞാൻ ഇന്നലെ തന്നെ അതിന്റെ കയ്യിൽ കിട്ടിയുണ്ടെങ്കിൽ ലോൺബിൻ അച്ഛനും ജസ്റ്റിൻ ജോസ് അച്ഛനും ആ ഭാഗം ഞാൻ അയച്ചു കൊടുക്കും, അവർക്കും ആശ്വാസമാകട്ടെ എന്ന് കരുതി. ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയധികം ടെൻഷന്റെ മധ്യത്തിലാണ് ഇന്നത്തെ പ്രഭാതം മുതൽ ഈ കടന്നു വന്നവരും ഇതിന്റെ നേതൃത്വത്തിൽ നിന്നവരും എല്ലാം അനുഭവിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ സാക്ഷ്യത്തിനാണ് ഈ ദിവസം വഴിയൊരുക്കിയത്. മോശെ ദൈവം ചെങ്കടലിന്റെ മധ്യത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുക. അവിടെ എഴുതിയിരിക്കുന്നത് ആ കടല് ഭിത്തിയായിട്ട് അവർക്ക് ചുറ്റും നിന്നു എന്നുള്ളതാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അങ്ങനെ ഭിത്തിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഒരു ഡാം കെട്ടാൻ വേണ്ടി എത്ര വർഷത്തെ പ്രയത്നം എടുക്കണമെന്ന് അറിയാമല്ലോ നമുക്ക്. എന്നാൽ ദൈവത്തിന്റെ ഒരു വാക്കില് അത് ഭിത്തിയായിട്ട് നിന്നിട്ട് അതിന്റെ നടുക്കുകൂടെ നടന്നുപോയ ഒരു ദൈവ ജനത്തെയാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെന്റെ മനസ്സിലേക്ക് ചിന്ത വന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മളെ തടയാൻ ബാരക്കേഡ് കൊണ്ടുവച്ചിരുന്ന പോലീസ് നമുക്ക് മുൻപിൽ പ്രൊട്ടക്ഷനായിട്ട് നടന്നുപോയി. അതിന്റെ പുറകിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ദൈവമേ നീ മഹത്വമുള്ളവന്. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ ഐക്യത്തിന്റെ, നമ്മുടെ ഒരുമയുടെ ഏറ്റവും വലിയ ബലം. 23-ാം തീയതി എല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച ഒരു സമയത്ത്, ഞാൻ അതിന് എക്സാമ്പിൾ പറയും. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പരുന്ത് വന്നു കഴിയുമ്പോൾ ഈ ഈ തള്ളക്കോഴി പറക്കുന്ന ഒരു പറക്കൊക്കെ ഉണ്ട്. അന്ന് ഒരു ഒളിമ്പിക്സ് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ കോഴിക്ക് അന്ന് കിട്ടും. കാരണം അത് പരുന്തിനൊപ്പം പറക്കും. കാരണം അത്രയും എക്സ്ട്രീമായിട്ട് അത് ചെയ്യും. ആ എക്സ്ട്രീം എഫർട്ട് എടുക്കും. അന്നത്തെ ദിവസം എല്ലാം ലോറൻസ് സാർ പറഞ്ഞു, എല്ലാ സമിതിക്കാരും അവിടെ സമിതി എന്നോ പള്ളിയെന്നുള്ള വ്യത്യാസമല്ല, ഒരുമിച്ച് LMS കോമ്പൗണ്ടിനകത്ത് ബിഷപ്പിന് വേണ്ടിയിട്ടൊരു കോട്ട ഒരുക്കി നിന്ന ഒരു സാഹചര്യമാണ്. അത് വലിയ ഒരു ഒരുമയുടെ, ഒരു ഐക്യത്തിന്റെ ഒരു പുതിയൊരു തുടക്കമായിട്ട് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ 3.5 വർഷത്തിന്റെ ചരിത്രം ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കിന്ന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ വിഷയാവതരണം എന്നുള്ളതാണ്. അതിലെ ലീഗലിനെ കുറിച്ചിട്ടുള്ള കാര്യം അതിൽ ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാൽവിൻ അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ മഹായിടവകയുടെ അവസ്ഥ എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ഞാൻ വിജയമ്മ അച്ഛൻ ഇത്രയും മനോഹരമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഈ കനലൊന്നുമല്ല, കാട്ടുതീയായിരുന്നു അച്ഛനെന്ന്. അപ്പോ ഇത്രയും സ്പഷ്ടമായിട്ട്, ഇത്രയും വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനകത്ത് ചർച്ച അവതരണത്തിന് പിന്നെ വേറെ അതിനൊരു സ്കോപ്പില്ല. എന്നാലും വളരെ ചുരുങ്ങിയ വാക്കുകളുടെ ഒരു 3-4 കാര്യങ്ങൾ മനസ്സിലേക്ക് ചിന്ത വന്നത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സഭ എന്റെയും നിങ്ങളുടെയുമാണ്. ക്രിസ്തുവിന്റെ ശരീരമാണ്. അത് ചൂഷണം ചെയ്യാൻ, കൊള്ളയടിക്കാൻ ഒരുത്തനും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത്. ഞങ്ങളുടെ ചർച്ചിനകത്ത്, എന്റെ സഭയ്ക്കകത്ത് അവന്റെ കണ്ണ് ആവശ്യമില്ലാതെ പറഞ്ഞപ്പോ ഞങ്ങളും എടുത്ത തീരുമാനം അതാണ്. 2.25 വർഷം ഞങ്ങൾക്ക് ത്യാഗത്തിന്റെ നാളുകളായിരുന്നു, പ്രയാസത്തിന്റെ നാളുകളായിരുന്നു, അപമാനത്തിന്റെ നാളുകളായിരുന്നു.
ഒരുപാട് കാര്യങ്ങൾ. ഒരു മരണം നടന്നാൽ, ഒരു കല്യാണം നടന്നാൽ പോലും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാണെന്നറിയാവോ? എന്റെ സഭയ്ക്ക് വേണ്ടി. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ വിശ്വാസികളും ഒരു തീരുമാനമെടുക്കുകയാണ്. എന്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്, അത് ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നിൽക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, എന്റെ പ്രിയ ദൈവജനമേ, ഒരു പ്രവീണിനും ഒരു ബെനറ്റിനും നമ്മുടെ സഭയില് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറയണം, വിട്ടുവീഴ്ചകൾക്ക് ഞങ്ങളില്ല എന്ന്, ഞങ്ങളുടെ സഭയെ വിട്ടു കൊടുക്കില്ല എന്ന്. അങ്ങനെ പറയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഓരോ ശബ്ദത്തിനും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും വേദന എനിക്ക് തോന്നിയ നിമിഷങ്ങൾ എവിടെയാണെന്ന് അറിയാവോ? സബ് കളക്ടറിന്റെ ഫ്രണ്ടിൽ ചർച്ചയ്ക്കിരിക്കുകയാണ്. ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നത് ആരാണെന്നറിയാവോ? നമ്മുടെ തന്നെ സഭയുടെ അച്ഛനായ ജയരാജച്ചൻ ഒന്ന്, പിന്നെ സാമുവലച്ചൻ, വി കെ സാമുവലച്ചൻ, കേസ് കൊടുത്തിരിക്കുന്ന സാമുവലച്ചൻ, ഇങ്ങനെ ഒന്ന് രണ്ട് അച്ഛന്മാർ. അവര് സഭയെ ഒറ്റുകൊടുക്കുന്നവരാണ്. ക്രിസ്തുവിനെ വേണോ ബറബാസിനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ബറബാസിനെ വേണമെന്ന് പറയുകയും ജനത്തെ ഇളക്കി വിടുകയും ചെയ്യുന്നവരാണ്. സബ് കളക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവര് നിങ്ങളുടെ സഭയിൽ അച്ഛന്മാരല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അതെ, അവരാണല്ലോ ബിഷപ്പിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്, അവരാണല്ലോ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്ന്. നമ്മുടെ മുന്നേറ്റത്തിന്, നമ്മുടെ സഭയുടെ സമാധാനത്തിന്, നമ്മുടെ സഭയുടെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചുരുക്കം പേരാണെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഇന്നത്തെ ദിവസവും നാം ഒരുമിച്ച് കൂടി ഒത്തിരി ത്യാഗത്തിന്റെ പുറത്താണ് നമ്മൾ വന്നത്. ഒത്തിരി പ്രയാസങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 67-70 വയസ്സിന്റെ കാര്യം കാൽവിൻ അച്ഛൻ പറഞ്ഞല്ലോ. എനിക്ക് അച്ഛന്മാർക്ക് ഏറെ റെസ്പെക്ട് ഉണ്ട് കേട്ടോ. പല സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കോംപ്രമൈസിന് പോകാതെ, മുട്ടുമടക്കാൻ നിൽക്കാതെ, തല ഊനിക്കാൻ നിൽക്കാതെ, നെഞ്ചി വിരിച്ച് നിന്ന് അവരുടെ ഉപജീവനം എല്ലാം ആണത്. എന്നാലും ആ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റ് ഇന്നാണ് ഇത്രയെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. 67-70 വയസ്സിന്റെ കേസ് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചുറ്റും കേട്ടത് മൊത്തം നെഗറ്റീവാണ്. നിങ്ങൾ ഏതുവരെ കേസിന് പോകും, ഏതറ്റം വരെ പോകും? അവിടുത്തെ എല്ലാ കോടതികളെയും ജഡ്ജിനെയും വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അവൻ തെക്ക് വടക്ക് നടക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടും ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ പിന്നിൽ ഒരു വലിയ തലമുറയുണ്ടെന്നും ഒരു വിശ്വാസ സമൂഹമുണ്ടെന്നും അവയ്ക്ക് ഈ സഭയെ നിലനിർത്തേണ്ടത് ആവശ്യകതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാർ വിശ്വാസത്തോടെ, അവർക്ക് വലിയ എന്തില്ല, സ്വാധീനങ്ങളില്ല, സമ്പത്ത് ഒരുപാടില്ല, എന്നിരുന്നാലും വിശ്വാസത്തോടെ ദൈവത്തിൽ മനസ്സ് വെച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രമിച്ചുകൊണ്ട് അവരെടുത്തു വെച്ച കാൽച്ചുവടുകളാണ് ചത്ത ഈച്ചയും മറ്റനുബന്ധമായിട്ടുള്ള സംഭവങ്ങൾക്കും വഴി കാരണമായി തീർന്നത്. വരുന്ന ദിവസങ്ങളിലും ആ കേസുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ പങ്ക് സഭയുടെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് വേണ്ടതുണ്ടല്ലോ, വലിയ മിടുക്കന്മാരൊന്നുമല്ല, അവൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. നടക്കാനായിട്ട്, അതിലോട്ട് ഇറങ്ങി നിൽക്കാൻ കഴുതകളെയാണ് ദൈവത്തിന് വേണ്ടത്. അതിൽ കഴുതയാകാനായിട്ട് നമ്മൾ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലം ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗത്തോടുകൂടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങള് വലിയൊരു വിടുതലിന്റെ ദിവസമായിട്ട് മാറും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ ഇവിടെ ആധിപത്യം നേടാമെന്ന് പറഞ്ഞ് കടന്നു വന്നവനും കഴിഞ്ഞ 1.25 മാസമായിട്ട് LMSനകത്ത് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് നമ്മുടെ പ്രാർത്ഥന ഒരു കാരണമാണ്, നമ്മുടെ ഐക്യം ഒരു കാരണമാണ്. ഒരുമിച്ച് നമുക്ക് മുന്നേറാം. 600 സഭകളും ഒരുമിച്ച് നിന്ന് ഈ വലിയ വിശ്വാസ സമൂഹം ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു സർക്കാരിനും ഒരു ബാരിക്കേഡിനെയും വെച്ച് നമ്മളെ തടയാനായിട്ട് പറ്റൂല. അവര് തന്നെ കാവൽ ചെയ്ത് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. വരുന്ന ദിവസങ്ങൾ ഇതിവിടെ അവസാനിക്കുന്നില്ല പ്രിയ ദൈവജനമേ. കാരണം നമുക്കൊരു വലിയ വിടുതൽ ഉണ്ടാകുന്നത് വരെ, വലിയൊരു വെളിച്ചം ഉണ്ടാകുന്നത് വരെ, നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബിഷപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനവും വരുന്നത് വരെ, ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നേരെ ആകുന്നത് വരെ നിങ്ങളുടെ ശബ്ദവും, അതിനെ തുടർന്നും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ സാന്നിധ്യവും സഭയ്ക്ക് വേണ്ടി നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചുകൊണ്ട്, അത് നിങ്ങൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.